ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ റമദാനിന് നമ്മൾക്ക് ഫ്രീസ് ആൻഡ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോവാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി നഗറ്റ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ബ്രെഡ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇതിന് ബ്രെഡിൻ്റെ അവസാന ഭാഗത്തെ ബ്രെഡ് വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ നന്നായി നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് അതേ പാത്രത്തിലോട്ടേക്ക് ഒരു 1/4 കിലോ ചിക്കൻ ബ്രസ്റ്റ്, അതായത് ബോൺലെസ് ആയിട്ടുള്ള പീസ് വേണേ. ബ്രസ്റ്റ് തന്നെ ആവണമെന്നില്ല, എന്നാലും ബോൺലെസ് ആയിട്ടുള്ള പീസുകൾ എടുത്തിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ മിൻസ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മിൻസ് ചെയ്ത ചിക്കനും നമ്മുടെ ഈ ബ്രെഡിൻ്റെ കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് സോയാ സോസും ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ നഗറ്റ്സിലോട്ടേക്ക് നമുക്ക് ഇത്ര സാധനങ്ങൾ മതി കേട്ടോ. വളരെ ചുരുക്കം സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത്ര അടിപൊളിയായിട്ടുള്ള നമ്മുടെ നഗറ്റ്സ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പം നന്നായി കുഴച്ച പിന്നെ ഇനി നമ്മൾക്ക് ഇത് റോൾ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ചപ്പാത്തിയൊക്കെ റോൾ ചെയ്തെടുക്കുന്ന ആ ഒരു പ്ലേറ്റില്ല അതിലോ വെച്ചിട്ട് നല്ലോണം റോളിംഗ് പിന്ന് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, റോളിംഗ് പിന്നിൽ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി എണ്ണ നമ്മുടെ റോളിംഗ് പിന്നിലോട്ടേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ പറ്റാണ്ട് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. നല്ല തിന്നായിട്ട് പരത്തരുത്. നമ്മുടെ ഒരു ഹൈറ്റ് ഒരു 1/2 ഇഞ്ച് എന്താ പറയുക കട്ടിയോട് കൂടിയിട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാൻ. അത് കഴിഞ്ഞ് ഇതുപോലെ ഓരോരോ പീസായി കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം മോസ്റ്റ്ലി നഗറ്റ്സിന് ഇതുപോലത്തെ സ്ക്വയർ പീസസ് ആയിട്ടാണ് നമുക്ക് നഗറ്റ്സ് കിട്ടാറ്. അപ്പോൾ നഗറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇത്തിരി ഓയിൽ ക്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നഗറ്റ്സിൻ്റെ എന്താ പറയുക സൈഡ്സൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കൂടുതലും അതുപോലെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് ചെയ്യാറ്. പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന നഗറ്റ്സിൻ്റെ ഒരു ഷേപ്പില്ല, ഒരു 3 സൈഡും ജസ്റ്റ് ഒരു ബെൻഡായ പോലെ അതുപോലെയും ആക്കി വെക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് എല്ലാ നഗറ്റ്സും ഒന്ന് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത എല്ലാ നഗറ്റ്സും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട വേണം കേട്ടോ. ഒരു മുട്ട നന്നായി വിസ്ക് ചെയ്ത് അതിലേക്ക് 1 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സും കൂടാണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഓരോ നഗറ്റ്സിൻ്റെ പീസും ഈ മുട്ടയുടെ വെള്ളത്തിലോട്ടേക്ക് മിക്സ് ചെയ്ത് ഈ ബ്രെഡ് ക്രംസിൻ്റെ പൊടിയും കൂടി വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെക്കണം കേട്ടോ. കാരണം ഇത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസ് ചെയ്യാണ്. അപ്പോൾ 2 hours നമ്മൾ ഫ്രീസ് ചെയ്ത് പിന്നെ നമ്മൾ വീണ്ടും ഇതെടുത്തിട്ട് നമ്മൾക്ക് പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കണം. കാരണം ഇനി നമ്മൾ 1 month വരെ സ്റ്റോർ ചെയ്യുന്ന പ്രൊസീജിയറാണ് കാണിച്ചിരുന്നുള്ളത്. ഇതുപോലെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതുപോലെ ഓരോ ലെയറായി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഇതുപോലെ വെച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറ് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ മേലെ വീണ്ടും ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ലെയറാക്കി എടുത്ത് നമ്മൾ വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ലെയറായി നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് ഒട്ടിപ്പിടിക്കാനും പോകുന്നില്ല. കൂടാണ്ട് നിങ്ങളെ നഗറ്റ്സ് നല്ല സൂപ്പറും ക്രിസ്പി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. ഞാൻ കാണിച്ചു തരാം ഈ നഗറ്റ്സ് ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടാകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത്. അപ്പോൾ നമ്മൾക്കിത് ഫ്രിഡ്ജിലോട്ടേ മാറ്റാം. കണ്ടില്ലേ, നല്ല ഫ്രൈ ചെയ്ത നല്ല സൂപ്പർ നഗറ്റ്സ് നിങ്ങൾ കണ്ടല്ലോ. എങ്ങനെയുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയും അതുപോലെ തന്നെ ടേസ്റ്റ് അതിലുപരിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള നഗറ്റ്സാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടു നോക്കൂ, നല്ല സൂപ്പർ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ടേക്ക് പോയാലോ. അടുത്തതും ഇതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ചീസ് ഫിംഗേഴ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. കഴിഞ്ഞ 3 റമദാനിലും ഞാൻ ഇത് തന്നെ ഉണ്ടാക്കി കഴിക്കാറായിരുന്നു. അപ്പോൾ ഞാനിവിടെ 1/4 കിലോ ചിക്കൻ ബ്രസ്റ്റ് പീസും 1 ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്,
അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ. അപ്പം ഒറിഗാനോ അവൈലബിൾ അല്ല എന്ന് വിചാരിച്ച് ഇത് നിങ്ങൾ ഉണ്ടാക്കാണ്ട് നിൽക്കരുത്. അപ്പം അത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഈ ചീസായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. സാധാരണ നമ്മൾ പ്രോസസ്ഡ് ചീസാണിത്. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ മൊസറല്ല ചീസ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ചെഡാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ചെഡാർ ചീസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ കുറച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ നന്നായി കുഴച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഇതൊരു ഡോയുടെ രൂപത്തിലേക്ക് നമ്മൾ എത്തണം. ഇതിലൊരു തുള്ളി പോലും നമ്മൾ വെള്ളം ആഡ് ചെയ്യാണ്ടാണ് ഇതുപോലെ കുഴച്ചെടുക്കുന്നുള്ളത്. ഇനി ഇതിനെ ഓരോരോ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് നന്നായി ഒരു ഇങ്ങനെ എന്താ പറയുക പരത്തി കൊടുക്കണം, ഉരുട്ടി കൊടുക്കണം. അതായത് നമ്മളൊരു ഉന്നക്കായയുടെ രൂപത്തിലൊക്കെ നമ്മൾ ചെയ്യൂലേ, അതുപോലെ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മെല്ലെ നീട്ടിക്കൊടുത്ത് കബാബിൻ്റെ ഒരു ഷേപ്പ് ആക്കി വെച്ചിട്ട് നമുക്ക് ഓരോന്നായി മാറ്റി കൊടുക്കാം. അങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇങ്ങനെ ഉറക്കെ പിടിക്കണം കേട്ടോ, കാരണം ചീസാണ്. അപ്പം ചീസ് വേഗം മെൽറ്റാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം ഈ പ്രൊസീജിയർ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ചീസ് മെൽറ്റാവാൻ തുടങ്ങിയാൽ നമുക്ക് നല്ല വൃത്തിക്ക് പിടിക്കാൻ പറ്റൂല. അപ്പോൾ വേഗം ചെയ്തെടുക്കണം കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ കോട്ടിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും പിന്നെ 1 മുട്ട, അതിലേക്ക് 1 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മൈദയിലാണ് കോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുട്ടയുടെ വെള്ളത്തിൽ കൂടി മിക്സ് ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസ് ഇട്ട് നമ്മളിങ്ങനെ ഓരോന്നും കോട്ട് ചെയ്ത് എടുക്കണം. നല്ല വേഗം ചെയ്തെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ചെയ്ത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. നല്ല തണുത്ത് കഴിഞ്ഞ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ പിന്നെ നമുക്ക് ഇതെടുത്തിട്ട് ഒരു സിപ്പ് ലോക്ക് ബാഗിൽ ഇതുപോലെ ചെയ്ത് വെക്കാം. ഓരോന്ന് ലെയറാക്കി കൊടുക്കാം. ഇതൊന്നും ആവില്ല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നഗറ്റ്സ് പറ്റിപ്പിടിക്കുന്നു. പക്ഷെ ഇത് അതുപോലെ പറ്റിപ്പിടിക്കലൊന്നുമില്ല. ഇത് നന്നായി നിൽക്കും കേട്ടോ. ഒന്നും ആവാണ്ട് നമുക്ക് കേടുകൂടാണ്ട് 2 മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിപ്പം കുറച്ച് ചെയ്തിട്ടുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് പൊരിച്ചിട്ടാകുമ്പം എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ചൂടായ പിന്നെ നമുക്ക് തീ കുറച്ചിട്ടിട്ട് വേണം നമുക്കിത് ഓരോന്ന് ചുട്ടെടുക്കാം. കാരണം തീ കുറച്ചില്ലെങ്കിൽ പെട്ടെന്ന് പുറത്ത് കരിയും, ഉള്ളിൽ വേവൂല. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വേവിക്കാണ്ടാണ് ഇതൊക്കെ മീൻസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിൽ നല്ലതുപോലെ എന്താ പറയുക തീ ചെറുതാക്കി വെച്ച് ഓരോന്നും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കണ്ടില്ലേ, ഇതുപോലത്തെ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇതാണ് ഒരു കറക്റ്റ് കളറ്. നിങ്ങൾ നല്ലോണം പൊരിച്ച് ഒരു കറുപ്പ് കളറ് വരുത്താൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ ചീസ് പുറത്തോട്ടേക്ക് വരാൻ നിൽക്കും. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചീസ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല റംസാൻ റെസിപ്പീസ് ആയിട്ടാണ് ഇനി മുതലുള്ള ദിവസങ്ങളിലൊക്കെ എന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ ചുവന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ 2 കുഞ്ഞ് ഈസി ആയിട്ടുള്ള റംസാൻ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പം വീണ്ടും നല്ല റെസിപ്പിയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നഷ്വാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.